നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിവസമാണ്. ഈ ദിവസം രാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ആദ്യം അവതരിപ്പിക്കേണ്ടി വരുന്ന രണ്ട് വാർത്തകളും അത്ര നല്ലതല്ല എന്ന വിഷമം എനിക്കുണ്ട്. നല്ലതാണ് എന്ന് പറയാൻ കാരണം ഇന്ന് UK-യിലെ ഗ്രിംസ്ബി എന്ന് പറയുന്ന സിറ്റിയിൽ, അത് അങ്ങ് വടക്കാണ്, ഹള്ളിന് സമീപമാണ്, ബ്രിട്ടീഷ് മലയാളിയുടെ 12ാമത് അവാർഡിനേറ്റ് നടക്കുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പരിപാടി രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കും. അത്രയേറെ വലിയൊരു കലാവിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് പോലും. ആദ്യത്തെ വാർത്ത രാജൻ ജോസഫ് എന്ന യൂട്യൂബറെ കുറിച്ച് തന്നെയാണ്. രാജൻ ജോസഫിനോട് വലിയ സിമ്പതിയുള്ള വ്യക്തിയാണ് ഞാൻ. ബേസിക്കലി അടിസ്ഥാനപരമായ ഒരു പാവത്താന. അദ്ദേഹം യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനല്ല. എന്നാൽ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് രാജൻ്റെ കാര്യത്തിൽ സത്യമായി. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് ശക്തമായ വിമർശനം നടത്തുകയും ചെയ്യുന്നത് പോലെയല്ല ഒരു വ്യക്തിയെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത്. ഒരു വേശ്യയെ പോലും വേശ്യയെന്ന് വിളിച്ചാൽ നിയമവിരുദ്ധമാണ് എന്ന അടിസ്ഥാന നിയമജ്ഞാനമില്ലാതെ പോയതാണ് രാജൻ ജോസഫിന് കുഴപ്പമായി മാറിയത്. ഇന്നലെ രാജൻ ജോസഫിനെ റിമാൻഡ് ചെയ്തു. രാജൻ ആകെ തകർന്നു പോയിരുന്നു അങ്ങനെയൊരു തീരുമാനമുണ്ടാക്കുമ്പോൾ. ഓർക്കണം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജൻ ജോസഫ് കടന്നു പോകുന്ന ദുരിത ജീവിതത്തെക്കുറിച്ച് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക. സോഷ്യൽ മീഡിയയിൽ ധാരാളം ആരാധകരുണ്ടാവും. എന്നാൽ ആരാധകരെ കണ്ട് കണ്ണുമഞ്ഞളിച്ച് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ രാജൻ ജോസഫിന് സംഭവിച്ചത് സംഭവിക്കാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജൻ ജോസഫ് കടന്നു പോകുന്ന ദിനങ്ങൾ വളരെ സങ്കടകരമാണ്. ഈ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എറണാകുളത്ത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചു എന്ന പേരിൽ രാജൻ ജോസഫിനെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഒരു കേസെടുക്കുന്നിടത്ത് ആരംഭിക്കുകയാണ്. പഴയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് പരാതിക്കാരൻ. ഈ യൂട്യൂബിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അകാരണമായി രാജൻ ജോസഫ് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. ഏതാണ്ട് 21 ദിവസം ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. താൻ ഒളിവിലല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി രാജൻ ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റൊക്കെ ഇട്ടു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പിറ്റേ ദിവസം തന്നെ രാജൻ ജോസഫിനെ എറണാകുളത്തു നിന്ന് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ശ്രീനാദേവി കുഞ്ഞമ്മയെ ലൈംഗികമായി നിരന്തരം അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട പരാതികളിലായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ അധിക്ഷേപങ്ങൾ ഏറെയും നടന്നത്. പക്ഷേ പിണറായിയുടെ പോലീസ് നിരപരാധികളെ മാത്രമേ അറസ്റ്റ് ചെയ്യുമായിരുന്നുള്ളൂ. എന്തെങ്കിലും കുറ്റം ചെയ്തവരെ അവർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് രാജൻ ജോസഫ് ഇക്കാര്യത്തിൽ സുഖമായി കഴിഞ്ഞു. അന്ന് രാജൻ ജോസഫിനെ അടൂർ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. രാജൻ ജോസഫുമായി വരുന്ന പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വീഡിയോ ഒക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു. ഒരു വിധത്തിലാണ് രാജൻ ജോസഫിനെ പോലീസ് പൊതിഞ്ഞെടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി മർദ്ദനത്തിന് രക്ഷിച്ചത്. പോലീസിനെ മർദ്ദിച്ചു എന്ന പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തു. എന്തായാലും ഒരു രാത്രിയും പകലും രാജൻ ജോസഫ് കാത്തിരുന്ന് ഒടുവിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. എന്നിട്ടും പാഠം പഠിച്ചില്ല. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാജൻ ജോസഫ് തൻ്റെ ഫേസ്ബുക്കിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മയെ അതേ ലൈംഗികാധിക്ഷേപം തുടർന്നും നടത്തി. എന്ന് മാത്രമേ ഒരുപാട് വീരവാദങ്ങൾ നടത്തി. രാജൻ ജോസഫ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റുഡിയോയിൽ പോയിരുന്നുകൊണ്ട് രാജൻ ജോസഫും സുഹൃത്ത് സിബിയും രാഹുൽ മാങ്കൂട്ടത്തിന് വീട്ടിൽ പോയി അത് ചെയ്യും, തല്ലിയാൽ തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദങ്ങൾ നടത്തി. തല്ലിയില്ല എന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചു. ഈ പ്രതികരണങ്ങൾ രാജൻ ജോസഫിന് വീണ്ടും കുഴപ്പത്തിൽ ചാടിച്ചു. രാജനെ പോലീസ് കഴിഞ്ഞ ദിവസം വീണ്ടും കസ്റ്റഡിയിലെടുത്തു. എറണാകുളത്തു നിന്നും അടൂരിലേക്ക് വന്നാൽ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ഷുഭിതരായി നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് രാജൻ ജോസഫിനെ കൊണ്ടുപോയത് പന്തളം പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ രാത്രി കുറേ നേരം ഇരുത്തിയപ്പോൾ അവിടെയുണ്ടെന്നറിഞ്ഞ് അവിടേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. അവിടെ നിന്നും ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇന്നലെ നേരം വെളുത്തപ്പോഴാണ് രാജനുമായി അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. എന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവൻ രാജനുമായി പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയാണ് രാജനെ ആരും മർദ്ദിക്കാതിരിക്കാൻ ശ്രമിച്ചത്. എളമരം കരീമും മുഹമ്മദ് റിയാസും സ്വവർഗ പങ്കാളികളാണ് എന്ന് പ്രഖ്യാപിച്ച PP ദിവ്യയെ വളരെ മോശമായി അവതരിപ്പിച്ച രാജൻ ജോസഫിനെ എന്തായാലും CPM-കാർ തന്നെ സംരക്ഷിക്കാം എന്ന് വാക്കുകൊടുത്തു. ജാമ്യത്തിന് വേണ്ടി CPM-ന്റെ വക്കീലിനെ വിട്ടു. വാദപ്രതിവാദങ്ങൾ നടന്നു. പക്ഷെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ജാമ്യം കിട്ടിയ അതേ സമയം തന്നെ വീണ്ടും ലൈംഗികാധിക്ഷേപം നടത്തിയതുകൊണ്ട് ജാമ്യം കിട്ടുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഒടുവിൽ അറ്റ കൈ പ്രയോഗം എന്ന നിലയിൽ രാജൻ ജോസഫിന്റെ അഭിഭാഷകൻ പറയുന്നു, എന്നെ പോലീസിന് വിട്ടുകൊടുത്ത് മർദ്ദിക്കാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ ദിവസം എന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന്. അപ്പോൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അഭിഭാഷകനെടുത്ത് വായിച്ചു കേൾപ്പിക്കുകയാണ് കോടതിയെ. അതിങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വായി നോക്കി രാഹുലിന്റെ ഗുണ്ടകളുടെ അതിക്രൂരമായ മർദ്ദനം ഏറ്റു മൃതപ്രായനായി നിലത്ത് കിടക്കുന്ന രാജൻ ജോസഫ്, ബ്രാക്കറ്റിൽ ഒരറ്റ അടി പോലും തരാൻ കഴിയാതിരിക്കുന്നതാണ് മൃഗീയ മർദ്ദനം എന്ന് മലയാളത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെൻ്റെ മിടുക്കുകൊണ്ടല്ല, പാവം പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് ബുദ്ധിമുട്ടി. അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അവരിൽ പലർക്കും മർദ്ദനമേറ്റു. അഥവാ ഒന്ന് കിട്ടിയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായാലും 10 തിരിച്ചു കൊടുക്കാൻ നല്ല കെൽപ്പുണ്ട്.
അതിനുവേണ്ടി ആൾബലവും അതിനുവേണ്ടി ബാക്കി കാര്യങ്ങളും വേണ്ടി പണം മുടക്കാൻ തയ്യാറായ ആളുകളുമുണ്ട്. എന്തായാലും എൻ്റെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. കരഞ്ഞ് കാമം തീർക്കുന്ന കഴുതുകളെപ്പോലെ അവർ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്ന് തൊട്ടു നോക്കണം, തൊടുന്നവനെ വെറുതെ വിട്ടേക്കും. പക്ഷേ ഹെഡ് മാസ്റ്റർ മാങ്ങാണ്ടി അവൻ്റെ കൂട്ടുകാരി 3-1 ഞാൻ അങ്ങെടുക്കും. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതുപോലെ. ഹൂ കെയേഴ്സ് എന്ന് വെച്ചാൽ തന്നെ ആരെങ്കിലും കൈവച്ചാൽ താൻ ഒന്നുകിൽ ഷാഫി പറമ്പലിനെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്ത് അല്ലെങ്കിൽ ശ്രീനാദേവിയെ എടുക്കുമെന്ന് വെല്ലുവിളിച്ചു. ഈ പോസ്റ്റ് ശ്രീനാദേവിയുടെ അഭിഭാഷകൻ കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു. ഇതോടുകൂടി ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയും അടഞ്ഞു. കാരണം ഇത് വധഭീഷണി കൂടിയാണ്. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഈ ശ്രീനാദേവി കുഞ്ഞിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ വിവാഹമോചിതയാണെന്നോ അവർക്ക് ബന്ധങ്ങളുണ്ടെന്നോ അതിന് രേഖകൾ ഉടൻ പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞവർ പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷെ അവരൊന്നും കൊണ്ടുവന്നില്ല. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ജാമ്യം കിട്ടിയാനെ. ഇതൊന്നും അവർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ വെറും പ്രഖ്യാപനങ്ങളും ഗീർവാണങ്ങളുമായിരുന്നു. കോടതി രാജൻ ജോസഫിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാജൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലീസുകാർക്ക് പോലും ഇയാളുടെ സഹതാപം തോന്നി. ഇയാൾ വാസ്തവത്തിൽ കഥയില്ലാത്തൊരു പാവത്താനാണ്. ആരുടെയോ തിരക്കഥയ്ക്കനുസരിച്ച് തുള്ളിക്കൊടുത്തു എന്നല്ലാതെ എന്തെങ്കിലും ഗൗരവമുള്ളൊരു വ്യക്തിയായി തോന്നിയിട്ടില്ല. എനിക്ക് രാജനോട് എക്കാലത്തും സഹതാപമുണ്ട്. ഞാൻ നേരിട്ട് പലതവണ രാജനോട് പറഞ്ഞിട്ടുണ്ട്, രാജൻ, ഇത് ധീരതയല്ല, ഇത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. നിങ്ങളിങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കും. ഒരു സ്ത്രീയെ ലൈംഗികമായി അധിക്ഷേപിച്ചാൽ അത് പ്രത്യേക നിയമമാണ്. പുരുഷനെ ആക്ഷേപിക്കുന്നത് പോലല്ല. ഇത് ഞാൻ രാജനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, രാജൻ്റെ തലയിൽ ഇതൊന്നും കയറിയില്ല. രാജൻ അന്ന് എന്നോട് പറഞ്ഞത്, ഇതെൻ്റെ മാത്രം തീരുമാനമല്ല, ഒരു കൂട്ടം ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഞാൻ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രം. ഇതാണ് രാജന് പറ്റിയത്. ചിലർ രാജനെ കുരങ്ങ് കളിപ്പിച്ച് മുമ്പിൽ നിർത്തി. രാജൻ അവരെല്ലാം സംരക്ഷിക്കുമെന്ന് കരുതി. അതുകൊണ്ടാണ് രാജൻ പറഞ്ഞത്, പണം മുടക്കാൻ ആളുണ്ട്, കൂടെ നിൽക്കാൻ ആളുണ്ട്, തല്ലാൻ ആളുണ്ട്. പക്ഷേ അനുഭവിക്കേണ്ടി വന്നപ്പോൾ രാജൻ മാത്രമായി. ഈ പോലീസിൻ്റെ കയ്യിലിരുന്നപ്പോൾ രാജൻ നെഞ്ചുവേദന അനുഭവപ്പെട്ടു പലതവണ. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വിഡ്രോവൽ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാലും ഇവിടെ നിന്ന് രാജൻ തകർന്ന തരിപ്പണമായി പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല രാജൻ ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നത്. നേരെ ജയിലിലേക്ക് പോവുകയാണ്. ഈ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോലീസ് ജീപ്പിൽ കയറുമ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്ത് രാജനെ നോക്കി നിൽക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മ. ഓർക്കണം, കഴിഞ്ഞ ദിവസം രാജൻ പറഞ്ഞത് ശ്രീനാദേവി തന്നെ ജയിലിൽ കാണാൻ വന്നു, താൻ കണക്കിന് കൊടുത്തെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയറണം എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നല്ല ആരും ഇത് പറഞ്ഞ് വന്നോ എന്ന് കരുതി. അത്രയും സ്നേഹത്തെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ആണ് വരുന്നത്. വന്ന് അപ്പം ഞാനിങ്ങനെ ഇരിക്കുക ലോക്കപ്പിനകത്ത്. ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രാഹുലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ രാത്രി ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നെ എന്നോട് ചോദിച്ചു, ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖം എന്ന് പറഞ്ഞു. അല്ല, സുഖം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, പിന്നെ അത് അപ്പം പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊക്കെ വാചകമൊഴി മാത്രമായിരുന്നു. ശ്രീനാദേവി ജയിലിൽ കാണാൻ പോയി എന്നത് വാസ്തവമാണ്. കാരണം അത്രമാത്രം പക ശ്രീനയ്ക്ക് രാജനോടുണ്ട്. അത്ര നെറുകേടുകളും വൃത്തികേടുകളുമാണ് രാജൻ കഴിഞ്ഞ കുറേ കാലമായി ശ്രീനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ധാർമ്മികമായി അത് ശരിയാണോ? ശ്രീനാദേവി അധിക്ഷേപിച്ചത് തെറ്റാണ്. പോലീസ് കേസെടുത്തതിൽ കുഴപ്പമൊന്നുമില്ല. ഇവൻ ജയിലിലടച്ചാലും കുഴപ്പമില്ല. പക്ഷേ ശ്രീനാദേവി അവിടെ പോയി ഇറങ്ങിക്കളിക്കുന്നത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ധാർമ്മികമായി ശരിയല്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ശ്രീന പറയുന്നത് എന്നെ അതുപോലെ അപമാനിച്ചു, എനിക്ക് വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത്തരം സാഹചര്യത്തിൽ ഇയാൾ വേദനിക്കുന്നത് കാണാൻ തന്നെയാണ് പോയത് എന്ന് ശ്രീന പറയുന്നു. അങ്ങനെ ശ്രീനയെ കണ്ട് ഞെട്ടിത്തെരിച്ച മുഖവുമായി പോലീസ് വണ്ടിയിൽ കയറി മറുഭാഗത്തേക്ക് നോക്കി രാജൻ ജോസഫുമായി പോലീസ് വണ്ടി പോവുകയാണ്. കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ട്രാഫിക് നിയന്ത്രണം ഉള്ളതുകൊണ്ട് അവിടെ വണ്ടി നിർത്തി. അപ്പോൾ രാജൻ ജോസഫ് വലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്നത് എപ്പോഴും മാങ്ങാണ്ടി എന്ന് രാജൻ വിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. തലകുനിച്ച് അവിടെ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. പ്രകടനമൊന്നും നടത്തിയില്ല. രാജനുമായി പോലീസ് ജയിലിലേക്ക് പോയി. ഇപ്പോൾ രാജൻ ജയിലിലാണ്. രാജനെ ജാമ്യത്തിൽ ഇറക്കാൻ ഇനി ആളുകൾ വരും. പക്ഷെ വല്ലാത്തൊരവസ്ഥയിലാണ്. ജയിൽ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയല്ല. അതിനേക്കാൾ വലിയ കഷ്ടം ഇനി സംഭവിക്കാനിരിക്കുന്നതാണ്. ശ്രീനാദേവി രാജനെ സന്ദർശിക്കാൻ വേണ്ടി ജയിലിൽ പോവാതിരിക്കില്ല. അത്രമാത്രം വാശിയുണ്ട്. ജയിൽ സെല്ലിൽ പോയി രാജനെ ശ്രീനാദേവി മുഖാമുഖം കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഗതികെട്ട അവസ്ഥ അനുഭവിക്കേണ്ട ഒരു മനുഷ്യനല്ല രാജൻ. അടിസ്ഥാനപരമായി ഒരു ശുദ്ധനായ മനുഷ്യനാണ്. സൗഹൃദവും സ്നേഹമുള്ള മനുഷ്യനാണ്. ആരൊക്കെയോ ചൂടുകയറ്റി വിട്ടപ്പോൾ ഇതിൽ പെട്ടുപോയതാണ്. എന്നാലും വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെ തന്നെ രാജൻ ജോസഫ് കടന്നു പോകുന്നു. ഇത് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നവർക്കുള്ള പാഠമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം രാജൻ എത്രയും വേഗം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വാക്കുകൾ നിയന്ത്രിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ സാമൂഹ്യ വിമർശനം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.